GST മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ TV അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും GST? രാജ്യത്തെ GST മാറ്റം കാർഷിക മേഖലയ്ക്ക് നേട്ടമാകുമെന്ന് വിലയിരുത്തൽ. ഉൽപാദനച്ചെലവ് കുറയുകയും സുസ്ഥിര വിപണി ഉറപ്പിക്കാനാകുമെന്നുമാണ് വിലയിരുത്തൽ. കൃഷി, പശുപരിപാലനം, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് സാമൂഹ്യ സുരക്ഷാ പ്രാധാന്യമുള്ളതിനാൽ അവയ്ക്ക് അനുകൂലമായ രീതിയിലാണ് GST നടപ്പിലാക്കുന്നത്. ഇത് ഗ്രാമീണ വികസനം, ഭക്ഷ്യസുരക്ഷ, തൊഴിൽ സുസ്ഥിരത എന്നിവയ്ക്ക് സുസ്ഥിര ഭാവി ഉറപ്പാക്കാനാകും. വിത്തുകൾ, രാസവളം, കീടനാശിനി, കാർഷിക യന്ത്രങ്ങൾ തുടങ്ങി പല ഇൻപുട്ടുകൾക്കും GST ബാധകമാണ്. പാൽ, മുട്ട, മാംസം തുടങ്ങിയ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾക്ക് GST ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ പശുവിനുള്ള തീറ്റ, മൃഗസംരക്ഷണ ഉപകരണങ്ങൾ, വെറ്റിനറി മരുന്നുകൾ തുടങ്ങിയവയ്ക്ക് 5% വരെ GST ബാധകമാണ്. വെണ്ണ, നെയ്യ്, മറ്റു ക്ഷീരോൽപ്പന്നങ്ങൾ, കോഴി വളർത്തലിനാവശ്യമായ തീറ്റ, ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ GST നിരക്ക് 12% നിന്നും 5% കുറച്ചിട്ടുണ്ട്. ഇവയെല്ലാം കാർഷിക മേഖലയ്ക്ക് നേട്ടം നൽകുമെന്നാണ് വിദഗ്ധാഭിപ്രായം. മത്സ്യബന്ധന മേഖലയിൽ GST ബാധകമാകുന്നത് പ്രധാനമായും മത്സ്യബന്ധന ഉപകരണങ്ങൾ, വലകൾ, ബോട്ടുകളുടെ സ്പെയർ പാർട്സുകൾ, കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ എന്നിവയ്ക്കാണ്. ഇവയിൽ GST വരുത്തിയ ഏകീകരണം ഫിഷറീസ് മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.